ജീവിതത്തിന്റെ വഴിത്താരയിലെവിടെയോ നമ്മൾ കണ്ടുവരുന്ന വിശ്വാസക്കുറവും അപ്പനും അമ്മയും ഒരു മകനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സുപ്രധാന സംഭവ വികാസത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് തുടർന്ന് കാണാം. ഈ ചെറുക്കൻ ഇതൊരു എഴുന്നേറ്റില്ലയോ? എടാ മാത്തുക്കുട്ടിയെ, നേരം വെളുത്ത് രാത്രി മുഴുവൻ നമുക്ക് ഫോണ് നോക്കി കിടന്നിട്ട് എണ്ണിക്കാൻ വയ്യ ചെറുക്കന്. എന്റെ അച്ചായ, നിങ്ങളൊന്ന് വിളിക്കാൻ വയ്യേ? നിങ്ങളായിരുന്നു സ്നേഹിച്ച് വഷളാക്കുന്നത്. ഓ, രാവിലെ തന്നെ അവള് തുടങ്ങി. പിന്നെ വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കുന്ന പുത്രൻ. ആ വിളിക്കണ്ട, ഇങ്ങനെ ഇരുന്നോ. എടാ എഴുന്നേൽക്കണ മോനെ മാത്തു, ഒന്ന് എഴുന്നേറ്റ് വാ വേഗം. അതെങ്ങനാ? പ്രാർത്ഥിക്കണമെന്നില്ല, പാടണമെന്നില്ല, തോന്നിയ പോലെ നടക്കുമല്ലേ എന്റെ ഒരു അവസ്ഥ. എത്ര കഴിഞ്ഞും പ്രാർത്ഥിച്ച് വളർത്തിയതാവനെ. ഇപ്പൊ ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. വാ അച്ചായ, നമുക്ക് പ്രാർത്ഥിക്കാം. മോനെ വാടാ, നമുക്ക് പ്രാർത്ഥിക്കാം. മാത്തു മാട ഇങ്ങോട്ട്. ഓ, ഈ വയ്യാത്ത എന്നെ ഇട്ട് അടുപ്പിക്കാതാ. ഞാൻ വരുക. ആ വാ വേഗം. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്തും മാത്തും വിളിക്കരുതെന്ന്. അയ്യോ മാത്തു, എന്താണ് കുഴപ്പം? നല്ല സൂപ്പർ പേരല്ലേ? എനിക്കിഷ്ടമല്ല. കോൾ മീ മാത്ത്. ആ ഒരു മാത്ത്. നീ പൊതുപ്പൊന്ന് മടക്കി വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. നീ എന്താണ് ഫോണിൽ നോക്കിയിരിക്കുന്നത്? പാട്ട് പാടടാ. ആ പാട്ട് പാടാനാ ഫോൺ എടുത്തത്. ഓ, കാലം പോയ പോക്കേ. നിങ്ങൾക്ക് ദേശീയ എന്താണെന്ന് അറിയില്ലേ? ഓ, ഞങ്ങളിപ്പോ ഫോണിൽ നോക്കിയാ പാടുന്നത്. പിന്നെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേര് പാടാനോട്. മനമേ പക്ഷിഗണങ്ങളുണർന്നിത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയുണർന്നീട്ടെ ശുപാലനെ പാടി സ്തുതിക്കാം. ഡാഡാ, എന്തുവാണ് ഈ പാടുന്നേ? ആ പക്ഷികളെല്ലാം അറബിക്കടലിൽ കിടക്കും. അന്നത്തെ എന്തൊരു പാട്ടായിരുന്നു. ഈ പാടുന്നത് കേട്ടാൽ പേടിച്ചു പോകുമല്ലോ. ആ അമ്മയല്ലേ എന്നോട് പാട്ട് പാടണം. അതിന് ഇങ്ങനെയാണോടാ പാട്ട് പാടുന്നത്? അമ്മ, എനിക്ക് പെട്ടെന്ന് വേണം. എനിക്ക് തീരെ ടൈമില്ല. എത്ര തിരക്കാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതിയടാ മാത്തുവേ. നീ വേദപുസ്തകം വായിക്കണ്ട. ആ വായിക്കാൻ സങ്കീർത്തനമല്ലേ? പിന്നെയാണ് ഫോണിൽ തോന്നുന്നത്. വാങ്ങി ചെറുക്ക അങ്ങോട്ട്. ഇതിന്റെ മറിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്ത് കേൾക്കൽ സങ്കേതം കൊണ്ട് ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. ഓ കഴിഞ്ഞു. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി പ്രാർത്ഥിക്കാം. മാത്രം പ്രാർത്ഥിച്ചേ. ഓ അമ്മ, ഞാന് ഇവിടെ പ്രാർത്ഥിക്കാൻ ഡാഡി ഇല്ലേ? മോനിപ്പൊ പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസം പ്രാർത്ഥിക്കുന്നല്ലേ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. പപ്പേനെയും മമ്മീനെയും അനുഗ്രഹിക്കണേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുനാമേ. അന്നാ ഓക്കെ, ശരി എന്നാ. എടാ, ഈ വെളുപ്പകാലത്തിന് നീ ഇങ്ങോട്ടേക്ക് ഓടുന്നേ? ആ അമ്മ, എനിക്കൊരു അർജന്റായിട്ടൊരു പണിയുണ്ട്. എല്ലാ ദിവസവും നീ ഇത് തന്നെയല്ലേ പറയുന്നേ? ചോ, കഷ്ടം തന്നെ. ഇതുപോലൊരു സാധനത്തിന് ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഒരു കർത്താവേ. ഓ, ഈ ന്യൂസ് പേപ്പർ മൊത്തം ഇങ്ങനത്തെ വാർത്തകളാണല്ലോ. വായിക്കാനും വയ്യ. ആ സ്പോർട്സ് ലൈനിലെല്ലാം നോക്കാം. ഇന്ത്യ പാകിസ്ഥാനോട് 100 റൺസിന് തോറ്റു. ആ ദാണ്ട് കിടക്കുന്നു. എന്റെ പൊന്നെ അച്ചായ, നിങ്ങളിങ്ങനെ പത്രവും വായിച്ചുകൊണ്ടിരുന്നോ? നിങ്ങൾക്ക് അവനെയൊക്കെ ഉപദേശിച്ചൂടെ? എടി, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. പിന്നെ എങ്ങനെയാ? ആ, നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ഹലോ ഡാ, നീ എവിടാ? എടാ അതെ, ഞങ്ങൾ ഇവിടെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്. ആ നിങ്ങൾ പെട്ടെന്ന് ഇവിടെ കുറച്ച് സീനാ. എന്നാ ഓക്കേടാ, ഞാനിപ്പോ വരാം. ഓ,
പറഞ്ഞതേ ഉള്ളൂ. അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഇങ്ങനൊക്കെ പോകുന്നു. അപ്പൊ ശരി, നമ്മൾ ഉറങ്ങുവോ? എവിടെ പോവാടാ? ഓ ആന്റി, ഞങ്ങൾക്ക് ഇന്ന് കമ്പൈൻ സ്റ്റഡി ഉണ്ട്. ഓ പിന്നെ ഒരു കമ്പയർ സ്റ്റഡി. എടാ മാത്തു പെരക്കേണ്ട കയറാം. വീട്ടിലുള്ള സ്റ്റഡിയൊക്കെ മതി. ഇന്നത്തെ പ്ലാൻ എന്തുവാണ്? എടാ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്താലോ, നമുക്ക് ലുലുമാളി വിട്ടാലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിനിമയും കൂടെ കണ്ടിട്ട് വരാം. ഓക്കെ, സെറ്റ്. അപ്പൊ ഓക്കെ ആന്റി, സീ യു. ദേ അവൻ പോയി മനുഷ്യ. നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ? മോനെ കുറിച്ച് ഒരു വിചാരവും വേണ്ട. എടി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കട്ടെ? നിനക്കറിയാമല്ലോ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന്. ആ, പ്രൈസ് മാസ്റ്ററെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്നാ പറയാനാ, ഇങ്ങനെ ഒന്ന് പോകുന്നു. അതെന്താ ആന്റി ഒരു പ്രശ്നം? ഒന്നുമില്ല പാസ്റ്ററെ. ആട്ടെ, നമ്മുടെ മാധു എന്തിയെ? കണ്ടിട്ട് കുറെ ആയല്ലോ. പാസ്റ്ററെ, മാധുവിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കണം. എന്നാ മാമ, എന്ത് പറ്റി? അവനൊരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല പാസ്റ്ററെ. രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്, അതിന്റെ പാതിരാത്രിക്കാണ് കയറി വരുന്നത്. അമ്മാമ്മ വിഷമിക്കേണ്ട, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനും അച്ഛനും പറഞ്ഞു മടുത്ത് പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇനി വയ്യ. എന്നിട്ട് മാത്തു എന്തേ? ആ, രാവിലെ എവിടെ പോയി. എന്റെ പൊന്നു പാസ്റ്ററെ, എല്ലാ ദിവസവും ഇതാണ് അവന്റെ പരിപാടി. അവനാണെങ്കിൽ പ്രാർത്ഥനയ്ക്കും വരുന്നില്ല. നേരെ ഒരുപാടായാലും മാധുവിനെ ഒന്ന് വിളിച്ച്. ആ പാസ്റ്ററെ ഒന്ന് വിളിക്കട്ടെ. നാടാ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അയ്യോ അതെ, ആ തിരിച്ചു കൊടുക്കുന്നു. മാത്തു മോനെ വന്നേ. അയ്യോ എന്റെ പാസ്റ്റർ, അപ്പൊ നാളെ കാണാം. ഓക്കേടാ. പാസ്റ്റർ പ്രൈസിലോ? ഞാൻ മോനെ കാണാനായി ഇങ്ങോട്ട് വന്നേ. എന്റെ പാസ്റ്ററെ, അവനിപ്പോ വലിയ ബിസിയാണ്. ആ, വീട്ടിലിരിക്കാൻ പോലെ അവന് സമയമില്ല. അതൊന്നും സാരമില്ല അച്ചായ, നമുക്കത് ശരിയാക്കി എടുക്കാം. മോൻ ഇവിടെ ഇരുന്ന് എന്നാ ഉണ്ട്, ക്ലാസ് എങ്ങനെയൊക്കെ പോകുന്നു? ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ചയായാലും മോനെ സഭായോഗത്തിൽ കണ്ടിട്ട് എവിടെയായിരുന്നു? ആ, അങ്ങനെ കൂടി ചോദിക്കും പാസ്റ്ററെ. അവന്റെ പോക്ക് അത്ര ശരിയല്ല. ഓ, ഈ അമ്മയ്ക്ക് എന്തു? ഓ, ഞാൻ പഠിക്കാൻ പോയതാ പാസ്റ്ററെ. ഇപ്പൊ ഞായറാഴ്ചയും പഠിത്തമാണോ? ഓ അങ്ങനല്ല പാസ്റ്ററെ, കുറച്ച് പഠിക്കാനുണ്ട്. ആ, അതൊക്കെ പോട്ടെ. മോൻ ഇന്ന് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? പിന്നല്ലാതെ അതെന്ത് ചോദ്യോ പാസ്റ്ററെ? എന്റെ ഡാഡിയും മമ്മിയും വിശ്വാസത്തിൽ, ഞാൻ ജനിച്ചതും വിശ്വാസിയായിട്ട്, പിന്നെ ഞാൻ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? മോനെ അങ്ങനെയല്ല. നമുക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മോൻ സീരിയസ് ആയിട്ട് എടുക്കണം. മോൻ ദൈവത്തോട് ഒരു പേഴ്സണൽ പ്രെയർ ഒക്കെ ആവശ്യമാണ്. മോനെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായ പാസ്റ്ററെ? ആശ്രയ, അവൻ നന്നായി കണ്ടാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം. ശരി, എന്നാ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവമേ സ്വർഗ്ഗീയ പിതാവിനെ സ്തോത്രം സ്തോത്രം. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. എന്നാ പിന്നെ കാണാം. ഓക്കെ പാസ്റ്ററെ, എന്നാ പിന്നെ കാണാം. പാസ്റ്റർ വന്നപ്പോ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. ഓ, വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാ? ഉങ്ങാനായിരിക്കും. ഓ, പിന്നെ എന്നാ വാ അച്ഛയ, നമുക്ക് പോയി കിടക്കാം. മാധുവേ, പോയി കിടക്ക്. ആ കിടക്കുവോ അമ്മേ? ദാ അവനെ വിട്, അവനെ കൊല്ല്. എടി, ആരും നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ മനുഷ്യ, കിടന്ന് ഉറങ്ങിക്കൂടെ? എടി, നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. എടാ അവനെ കൊല്ലടാ. ഓ, ഇതാണോ? ഇത് നമ്മുടെ മോൻ തന്നെയാണ്. അവൻ പറ്റി കളിക്കുക. ഇത് ഞാൻ സ്ഥിരം കേൾക്കുന്നതാ. ഓ, എന്തൊക്കെയാണോ ഇപ്പോഴത്തെ പിള്ളേരെ. ഓ അമ്മ കാപ്പി. ഓ ഈ പപ്പയും മമ്മി എവിടെ പോയോ? രാവിലെ തന്നെ പപ്പയും മമ്മി ആരാധനയ്ക്ക് പോയോ? പാസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കാം. ഓ ഈ പാസ്റ്റർക്ക് എന്താ കോളം എടുക്കാത്ത? ഈ കർത്താവല്ലേ വന്ന എന്റെ ദൈവമേ. ഞാൻ അഭിയെ ഒന്ന് വിളിച്ചു നോക്കാം.
എടാ മാത്തുവേ മാത്തു, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൻ എന്തിനീ കിടന്ന് കരയുന്നേ? മമ്മി പപ്പ നിങ്ങളൊക്കെ എന്തിയെ? അയ്യോ ഇവിടെ ഉണ്ടടാ എന്റെ അച്ഛയ, നിങ്ങൾ ഓടി വന്നേ. ഓ, രാവിലെ തന്നെ തുടങ്ങി. എടി വരുവാ. മോനെ നീ എന്തിനീ ഇങ്ങനെ കരയുന്നേ? അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടു. ഭർത്താവ് നിങ്ങളെല്ലാരും പോയി, ഞാൻ മാത്രം പോയില്ല. ഞാൻ ദൈവത്തിനോട് ഒത്തിരി സോറി പറഞ്ഞു. ആ, സ്വപ്നം കണ്ടപ്പോ മോനെ ബോധം വെച്ചു. ഇതാ ഞങ്ങൾ ഇത്രയും നാൾ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും മോനെ മനസ്സിലായല്ലോ. ഡാഡി, എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാൻ ഇങ്ങനെ പോയാലും കർത്താവിന്റെ അടുക്കിൽ പോവുകയില്ല. എന്നോട് ക്ഷമിക്കണം പപ്പ മമ്മി. അവേ സ്തോത്രം സ്തോത്രം. മോനെ ഇനി ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം കേട്ടോ. അതേ പപ്പ മമ്മി, ഇനി എനിക്ക് നന്നായി ജീവിക്കണം. ഒരു ദൈവ പൈതലായി ജീവിക്കണം. നിങ്ങൾ ഈ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഇതൊരു സ്വപ്നമല്ല. നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാധവനെ പോലുള്ള വ്യക്തികളെയോ ഇത്തരത്തിലുള്ള കുടുംബങ്ങളെയോ നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. വചനത്തിന്റെ ചില സത്യങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ ഓർക്കുക, ഇവ ചിരിച്ചു തള്ളാനുള്ളവയല്ല. വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട് എന്ന് രക്ഷിതാവായ കർത്താവ് നമ്മോട് പറയുന്നു. രക്ഷയും പുനരുത്ഥാനവും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും വ്യക്തിപരമാണ് എന്ന വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഈ കാലയളവിൽ നാളെ